പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 52. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, എൻ്റെ ജനം എൻ്റെ നാമം അറിയും. അതായത് ഇപ്പോൾ എൻ്റെ ജനം എന്നെ അറിഞ്ഞിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. എന്നിട്ട് പറയാണ്, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞ വചനമാണ് പ്രിയ സഹോദരങ്ങളെ. എന്നാൽ യേശു എന്ന് പറയുന്നത് സഹോദരൻ, എൻ്റെ ജനം എൻ്റെ നാമം, ഈശോ ഇപ്പോൾ പറയുന്നത് എങ്ങനെയായിരിക്കും? എൻ്റെ കർത്താവ്, എൻ്റെ മക്കൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ തന്നെ വചനത്തിൽ ഇവരോട് സംസാരിക്കുന്നവരൊന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിൽ, മക്കളെ ഇതാ ഞാൻ ദിവ്യകാരുണ്യത്തിലുണ്ട്. ശരിക്കും പുതിയ നിയമത്തിൻ്റെ ഒരു വേർഷനായിട്ട് നമ്മളിത് പറയുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും അല്ലേ? ആ വചനം ഒന്നുകൂടി നോക്കി, എൻ്റെ ജനം എൻ്റെ നാമം അറിയും, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. അതിൻ്റെ യെശയ്യാ വേർഷൻ നമുക്ക് ആരംഭത്തിൽ അറിയാമല്ലേ? കാള തൻ്റെ ഉടയവനേ, കഴുത തൻ്റെ യജമാനൻ്റെ എന്നുള്ള പാട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിയ സഹോദരൻ, ഇത് സ്വർഗത്തിൻ്റെ വലിയൊരു വേദനയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ സഹായം ഇവിടെ നിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, വേണമെങ്കിൽ ഒരു ഭൗതികമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നു എന്നല്ലാതെ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ട്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയത്തിൻ്റെ ഒരു അരൂപിയുണ്ട്, എൻ്റെ ജീവിതത്തിൽ എല്ലാവരാലും ഞാൻ മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ ശരിക്ക് ഒരിക്കലും എന്നെ മാറ്റി നിർത്താത്ത വ്യക്തിയെ തേടിപ്പോവല്ല വേണ്ടത്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അത് മാത്രം നമ്മൾ ചെയ്യില്ല. നമ്മളിങ്ങനെ പരിതപിക്കും, എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് എന്നെ വേണ്ട, എൻ്റെ അയൽവാസികൾക്ക് എന്നെ വേണ്ട, വികാരത്തിന് എന്നെ വേണ്ട. അങ്ങനെ നമ്മളിങ്ങനെ ഗിരിഗിരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നിന്നെ ഒരു നാളും തള്ളി പറയാത്തൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ വ്യക്തിയാണെങ്കിൽ, ആ യേശുവാണെങ്കിൽ ആ ഇങ്ങനെ വേദനിക്കുകയാണ്, ദൈവമേ എന്നെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് കാര്യമുണ്ട്. ശരിക്കും ഈശോ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ മുട്ടി വിളിക്കുന്നുണ്ട്. ആ കർത്താവ് ദിവ്യകാരുണ്യത്തിൽ സന്നിധനാണ്. നമുക്ക് ആ വചനം ഒന്നുകൂടി പറയാം, എൻ്റെ ജനം എൻ്റെ നാമം അറിയും, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. സഹോദരങ്ങളെ, കർത്താവിനെ തേടാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ തേടുക. ദൈവമേ, ഈ വചനത്തിൻ്റെ ഒരഭിഷേകം കർത്താവെ ഞങ്ങൾ കത്തിപ്പടരട്ടെ. യേശുനാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.